Good evening. Good evening to all those my friends in the back. Good evening to all my friends sitting in the front. എനിക്കൊന്നും കിട്ടില്ല തിരിച്ച്. Good evening. It's always impossible unless it gets done. കിൻഡർഗാർട്ടനിൽ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കിൻഡർഗാർട്ടനിൽ അത് തീരണം ഒന്നിലേക്ക് കയറാൻ. അങ്ങനെ 10ാം ക്ലാസ്സിൽ നമ്മൾ കയറും, വിചാരിക്കും oh my god, it is tough. Same thinking we have when we do the 12th. So was bachelors, masters. So was same feeling in our life pattern too. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, അഡൾട്ട് ആയിരിക്കുമ്പോൾ we have a different feeling. എൻ്റെ വീട്ടിൽ 3 മിക്സ്ഡ് ഉണ്ട്. കിൻഡർഗാർട്ടനും ഉണ്ട്, ഹൈസ്കൂൾ ഇപ്പം കോളേജിലേക്ക് പോകുന്നതുകൊണ്ട് കോളേജും ഉണ്ട്. So I understand it. So life is a lesson in each stages. And I also believe in that. Success is not valid at all unless it's shared. I will repeat it. Success is not valid at all unless it is shared. Unfortunately, I can't quote any quote from Shakespeare. My previous Fokana president already quoted all the quotes from Shakespeare. Bauchayan, you give me a hard time, buddy. Nothing left from Shakespeare to quote for me now. And also, all the Perumbamban monkey syndrome and Mandela syndrome is also gone. I don't have it now. Really. Let me begin with thanking all the Fokana presidents and their executive committees. I am heading the 21st Executive Committee of Fokana. It is founded in 1983. 1983 41 വർഷത്തിന് മുമ്പ് മഹത് വ്യക്തികളായ ആൾക്കാരെ കണ്ടുപിടിച്ചതാണ് അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇത്. ഇന്നത്തെ ജനറേഷൻ ചോദിക്കും വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ്, ഐ ഫീൽ ഇറ്റ്, ഐ സീ ഇറ്റ്, ഐ ലേൺ ഇറ്റ്. ദർ ഈസ് സംതിങ് ഫോർ ഈച്ച് വൺ ഓഫ് യു. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദിസ് ടു ലേൺ ഇറ്റ്. ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി അത് മാത്രമായിട്ട് നടക്കും. ദാറ്റ്സ് ഓക്കെ. ബട്ട് സംടൈംസ് വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ടു നോ ലിറ്റിൽ ബിറ്റ് പൊളിറ്റിക്സ് ടു. സോ എൻ്റെ ഒരു സിമ്പിൾ മെസ്സേജ് ഇതാണ്: ഗെറ്റ് ഇൻ ടു ഇറ്റ് ടു ലേൺ ഇറ്റ്, ഗെറ്റ് ഇൻ ടു ഇറ്റ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. നത്തിങ് എൽസ് ഐ ഹാവ് ടു സേ. At this moment, I really congratulate all the past presidents and their executives committee, starting from Dr. Anirudhan. അതിനുശേഷം ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന 3 പ്രസിഡന്റുമാരുണ്ട്. I really wanted to applaud for them, for you, each one of you. It's my humble request. All the way from Canada, John P. John, my dear friend എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹം എൻ്റെ ആരാധനായ ഗുരുതുല്യമാണ്. ജോൺ പി ജോണിൻ്റെ ഒരു നല്ല കയ്യടി കേട്ടില്ല. അതോടൊപ്പം ഞാൻ ഈ ഫൊക്കാനയുടെ ചെറിയ ഗോതയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത് എൻ്റെ ആരാധനായ പ്രസിഡന്റ് ജോർജി വർഗീസിനോടൊപ്പമാണ്. അദ്ദേഹം ഇവിടെ ഓൾ ദ വേ ഫ്രം ഫ്ലോറിഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല ഒരു കയ്യടി, ഹി ഡിസേർവ് ഇറ്റ്. അതോടൊപ്പം നമ്മുടെ സ്വന്തം പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ ഈസ് എ ഗുഡ് സ്പീക്കർ, എ ഗുഡ് ബിസിനസ്മാൻ, എ ഗുഡ് ലീഡർ ഇൻ ഓൾ മീൻസ്. അദ്ദേഹം ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ നെഗറ്റീവ് ഫാക്ട്സ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരണം നടന്നു, എന്നിട്ടും അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നു. He deserves a good applaud. Also, I would like to recognize the leadership of Mr. Paul Karugapalli, Mr. Madhavan Nair, Commander Korath. അദ്ദേഹത്തിന് അവർക്കൊക്കെ ഓരോ തിരക്ക് കാരണമാണ്. Paul Karugapalli is on the way, I know that. അതുകൊണ്ട് തന്നെ GK പിള്ളെ, and I also remember മറിയാമ്മ പിള്ളി. എന്നോട് എപ്പോഴും എനിക്ക് സങ്കടകാലം ഉണ്ടായിരുന്ന സമയങ്ങളിൽ ബോർഡിൽ വന്നിട്ട് ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്ത് പറഞ്ഞ വ്യക്തിയാണ് സജിമോന്, നീ വരണം പിന്നേക്ക് എന്ന് മേളിലിരുന്ന് കേൾക്കുന്നുണ്ട്. മറിയാമാൻഡി, ലവ് യു. ആൻഡ് ഓൾസോ ഐ റെക്കഗ്നൈസ് മൈ ഡിയർ ഫ്രണ്ട് ഉണ്ണി ഫ്രാൻസിസ് തടത്തിൽ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഫൊക്കാനയ്ക്ക് വേണ്ടി ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത PRA ആണ് ഫ്രാൻസിസ് തടത്തിൽ. അതിരുകളില്ലാതെ, ഞാൻ മലയാളത്തിൽ ചിലപ്പം പറയും കേരളം എന്ന് പറയുന്നത് അതിരുകളില്ലാതെ വരമ്പുകളാണ്, മുന്നേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിരുമില്ലാണ്ട് അദ്ദേഹം ഫൊക്കാനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി 2016, 18, 20, 22. ലവ് യു ഫ്രാൻസിസ്. ഐ ഓൾസോ റിമെമ്പർ എൻ്റെ ചാച്ചൻ അമ്മ മരിച്ചുപോയ ചേട്ടൻ, എല്ലാവരും ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് ഐ ഓൾസോ താങ്ക് യു മൈ ബിലോവ്ഡ് വൈഫ് ഷീന ആൻഡ് മൈ ബ്യൂട്ടിഫുൾ ലവിംഗ് കിഡ്സ് ഇവായ വിനീതൻ ആൻഡ് ഐ ഹാവ് എ ഡിയർ അമ്മയമ്മ ടു. ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത് മറിയാമ്മ. മമ്മി, താങ്ക് യു ടോളറേറ്റിംഗ് മീ.
And I also would like to thank and acknowledge my friends. ഇന്ന് ഈ കാണുന്ന പ്രോഗ്രാം ഏകദേശം 300-ലധികം ആൾക്കാർ ഇവിടെ വന്ന് പല ഭാഗത്തു നിന്നും ഇവിടെ വന്നിട്ട് ഈ സപ്പോർട്ട് ചെയ്ത പ്രോഗ്രാമത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ ഫ്രണ്ട്സാണ്. നമ്മുടെയൊക്കെ ഉണ്ട് ചങ്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആ ചങ്ക് ഫ്രണ്ട്സ് ഓരോരുത്തരോടും ഉള്ള നന്ദി. പ്ലസ് മഞ്ചിലൂടെയാണ് ഞാൻ വളർന്നത്. ആ മഞ്ചിനോടുള്ള ഇതും മഞ്ചിൻ്റെ കരുത്തയായ പ്രസിഡന്റ് ഡോക്ടർ ഷൈനി, അതോടൊപ്പം ചെയർമാൻ ഷാജി വർഗീസ്, അതോടൊപ്പം മൈ ഡിയർ ഫ്രണ്ട്സ് ആയ ഷിജിമോൻ, മനോജ്, ലിൻഡോ, then Albert, Anish, Pindo, Anthony. There is a lot of people working behind this event to happen. Let me thank you. I know that ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയേണ്ട താങ്ക് യു നോട്ടാണോ അതോ ഇതാണ് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ എന്നാൽ അത് പറയാതെ എനിക്കത് പോകാൻ പറ്റത്തില്ല. At the same time, I also would like to thank and recognize that the BODs, the BOT chairman Saji Pothen, former BOT chairman Philippos Philip, election commissioner. That's a very sensitive topic. Election commissioner, right? He's my good friend. I have no problem in saying that. But friend means not to twist, do the right things. Okay? Now, ഒരു റിക്കാർഡ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്, റൈറ്റ്? 2-3 കാര്യങ്ങളുണ്ട് എടുത്തു പറയാനായിട്ട്. ഫൊക്കാനയുടെ 41 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡഡ് ഡെലിഗേറ്റ്സ് വോട്ട് ചെയ്ത ഇലക്ഷൻ ആയിരുന്നു. ആർക്കൊക്കെ വാശിയുണ്ടായിരുന്നു എന്നെ പിടിച്ചു കെട്ടാനായിട്ട്, റൈറ്റ്? നമ്മുടെ ടീമിനെ പിടിച്ചു കെട്ടാനായിട്ട്. ദാറ്റ്സ് ഓക്കെ. അതോടൊപ്പം തന്നെ ഏറ്റവും റെക്കോർഡ് മാർജിനിൽ വിജയിച്ച ടീം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വാഷിംഗ്ടണിൽ പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. Election is over. There is no dream team or legacy team. This is only one Focana. I invite everybody to join with us, to work with us for the benefit of Malayalis. I see Dr. Anian George now. The other day I called your president, former president. This is the moment to unite former Focana and world Malayalis, everybody. I know we have differences. We have differences in certain aspects. That's okay. പക്ഷേ അതൊന്നും ഒരു ടേബിളിനും വെളിയിലേക്ക് പോകാനുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഓണം തുടങ്ങി. ഇന്നലെ ചിങ്ങമാസമായിരുന്നു. ഓണം എന്ന് പറയുന്നത് സമ്പദ് സമൃദ്ധിയുടെയും ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയുമാണ്. If we are Malayalis together, if we believe that Malayalis are for ഒരുമ, സ്നേഹം, then we should seriously think about this, all those things. എന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കല്ലെറിഞ്ഞു കൊന്നേക്കരുത്. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. ബട്ട് I can guarantee you as a Focana president, 10 സ്റ്റെപ്പ് ഫൊക്കാന മുന്നോട്ട് വെക്കുമ്പം 5 സ്റ്റെപ്പ് മറ്റ് സമാന്തര സംഘടനകൾ മുന്നോട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തെലുങ്കർക്കും അതുപോലെ തന്നെ ഗുജറാത്തീസിനും തമിഴന്മാർക്കും ഉള്ള പോണക്ക് തന്നെ there is only one umbrella association for Malayalis. Do you agree? No, you don't agree? If you say you agree, then Aryan will work on that. Baby Manakunal will work on that. Baiju is from home guy here. He will work on that. Chakapan is here. Srikumar is here. We all will work. I know where the Malayalis, Thomas Matakal is there. Thomas Sar is there. Also Pindo Kandapalli and Anish is there. They will work towards one common goal. എന്നാലേ നമ്മൾക്ക് നമ്മുടെ ജോൺ ഐസക്കിനെ പോലുള്ള ആൾക്കാരെ സെനറ്റിലേക്ക് വിടാൻ പറ്റത്തുള്ളൂ. എന്നാലേ കെവിൻ തോമസിനെ പോലുള്ള ആൾക്കാർക്ക് നമുക്ക് കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ ഡോക്ടർ ആനി പോലുള്ള മഹത് വ്യക്തികളെ നമ്മൾക്ക് മുന്നേക്ക് കേട്ടാൻ പറ്റത്തുള്ളൂ. ഇനിയും അടുത്ത സ്റ്റെപ്പുകളിലേക്ക്. ദിസ് ഈസ് ദ ടൈം ടു തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ നിങ്ങളെ പ്രസംഗിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓൺലി ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് ഞാൻ എൻ്റെ പ്രസംഗം പഠിച്ചത് എൻ്റെ ഫാദറിൻ്റെ ചേട്ടന് അവർക്ക് അട്ടിപ്പരി ഉണ്ടായിരുന്നു. മീൻസ് തേങ്ങ വെട്ടി അതിനെ എണ്ണയാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് വൈകുന്നേരങ്ങളിൽ ഞാൻ അവിടെ ചെല്ലുമ്പം, അന്ന് കൊച്ചുകുട്ടിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവർ പറയും ഇന്ന് ഗാന്ധി ജയന്തിയാണ്, സജിമോനെ നീ പ്രസംഗിക്കാൻ മിടുക്കനാണെന്ന് എനിക്കറിയാം, 2 വാക്ക് പറയൂ എന്ന് പറഞ്ഞ് അവരിയ്ക്കുന്ന കൊരണ്ടി, ന്യൂ ജനറേഷൻ അറിയത്തില്ലായിരിക്കും മേ ബി, ബട്ട് ആ ഇരിക്കുന്ന ചെറിയൊരു സ്റ്റൂള് ദേ വിൽ ഗിവ് ഇറ്റ് ടു മീ ആസ് എ പോഡിയം ആൻഡ് ഐ യൂസ് ടു സ്പീക്ക്. അതാണ് എൻ്റെ ടോക്സ്റ്റ് മാസ്റ്റേഴ്സ്. അതാണ് എൻ്റെ പ്രസംഗ പരിശീലന കരളി. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് 25 പൈസയും നാരങ്ങ മുട്ടായും കടല മുട്ടായിയുമാണ്. ഇന്നത്തെ പിള്ളേർക്ക് മേ ബി മനസ്സിലാവത്തില്ല. ബൈ ദ വേ ഐ ആം നോട്ട് ദാറ്റ് ഓൾഡ്, somewhere in the middle. But 2 prizes I used to get is kadala muttai and naranga muttai, nothing else. But അവിടെ നിന്ന് എനിക്കൊരു മുന്നോട്ടുള്ള ഒരു പ്രയാണം ഉണ്ടായി, ഒരു ഇച്ഛാശക്തി ഉണ്ടായി. Because I believe in one thing, we need a firing belly, right? ഒരു ബേണിംഗ് ബെല്ലി വേണം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ. എന്നോട് ഒരു ഫൊക്കാനയുടെ ആരാധനായ ലീഡർ 2020 സത്യം പറഞ്ഞാൽ എന്നെ ഇൻസൾട്ട് ചെയ്തു ചിക്കാഗോയിൽ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് 2034 പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല. ആക്ച്വലി റൈറ്റ്.
അപ്പം ഞാൻ വിചാരിച്ചു, മനസ്സിൽ പറഞ്ഞു, ഹൂ ആർ യു ടു ടെൽ മീ ദാറ്റ്? അപ്പം അന്ന് ഞാൻ എൻ്റെ ഒരു ഡേറ്റ് കുറിച്ചു, എനിക്കും ഫൊക്കാനയുടെ പ്രസിഡന്റ് ആവണം. അതുപോലെ ഡേറ്റ് കുറിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, ജോൺ ബി ജോൺ, 2016 റൈറ്റ്. ഇതൊക്കെ ഫൊക്കാനയുടെ എക്സ്പീരിയൻസ് ആണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സം അപ്പ് ബൈ സേയിങ് ദാറ്റ് there is something, some good is there in Focana. Come and join with us. 22 പദ്ധതികളുമായിട്ടാണ് ഈ ടീം എന്ന് പറയുമ്പോൾ ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഞാൻ ഡ്രീം ടീം എന്നല്ല പറഞ്ഞ, ഫൊക്കാന ടീം പിന്നണിക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം മുന്നോട്ട് നടന്നപ്പം 2 ടീമുകളുടെ വന്നു, അല്ല 2 പ്രൊജക്റ്റുകളുടെ വന്നു. ദാറ്റ് ഈസ് വയനാട് പ്ലസ് സംതിങ് എൽസ്. അങ്ങനെ 24 പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരണം, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം I am the first one to extend my hand to my opponents, saying that election will come and go, that's okay. I already spoke to Leela Chechi, I spoke many times to Dr. Kala Shahi, I spoke to Sudha Harta, I spoke to Shaju Sam, I spoke to Gita George, Dr. Jacob Epen, Alex Abraham, so many of our colleagues. Election is over, this is a moment to recognize each other and move on with that. And ഇതോടൊപ്പം ഞാൻ ഇതും കൂടെ പറയാതെ ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. കാരണം ന്യൂജേഴ്സി നമ്മുടെ ഹോം ടൗൺ ആണ്. ഈ ഹോം ടൗണിൽ മീഡിയ എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ വിചാരിക്കും മീഡിയയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ്. ആക്ച്വലി മലയാളി മീഡിയസ് ഈസ് കൺട്രോൾഡ് ബൈ ഫ്രം ഹിയർ ഓൺലി, റൈറ്റ്? യു നെയിം കൈരളി, ഇറ്റ് ഈസ് ഹിയർ ഇൻ ട്രൈ സ്റ്റേറ്റ്, ജോസ് കടാപുരം. താങ്ക് യു. നിങ്ങൾ എത്ര പേര് കേൾക്കാതെ ഇരുന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് ശരിയില്ല, എനിക്കറിയാം എല്ലാവരും കേട്ടിട്ടുണ്ട്. 24 എന്ന് പറയുന്ന ആരാ? മിസ്റ്റർ മധു കൊട്ടാരക്കര, മൈ ബഡി ഇൻ ന്യൂജേഴ്സി ഓൺലി, റൈറ്റ്? നൗ ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പം നമ്മൾ 2-3 പടങ്ങൾ പിന്നിലേക്ക് പെട്ടെന്ന് വരും. ഷിജോ പൗലോസ്, ഡോക്ടർ കൃഷ്ണകുണ്ടോ, രാജു പള്ളത്ത്, റൈറ്റ്? ഏഷ്യാനെറ്റൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾക്ക് മലയാളി പ്രോഗ്രാമിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ പത്രങ്ങൾ ഈ മലയാളി അല്ലെങ്കിൽ .com എന്ന് പറയുമ്പം ആദ്യം മനസ്സിൽ വരുന്നത് ഈ മലയാളിയാണ്. അതോടൊപ്പം പ്രവാസിയുടെ സുനി ട്രൈ സ്റ്റാർ, പ്രവാസി ചാനൽ, ഫ്ലവേഴ്സ് ചാനൽ, ഇതിൻ്റെയൊക്കെ ഗുരുക്കന്മാർ ഈ ഒരു ട്രൈ സ്റ്റേറ്റിലാണ്. അവരുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങളുടെ ഒപ്പം എന്നുമുണ്ട്. നാളെയും കാണണം, നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നിങ്ങൾ വെളിയിൽ പോയി പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതൊരു പാർട്ടിസൺ രീതിയിൽ കൊണ്ടുപോകാനല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. പല പ്രൊവക്കേഷൻസ് പലയിടത്തു നിന്നും ഉണ്ടാകും. ബട്ട് ഐ കോട്ട് ഡോക്ടർ ബാബു സ്റ്റീഫൻ. അന്ന് അദ്ദേഹം ജനറൽ ബോഡിയുടെ സമയത്ത് ഒരു വേർഡ് പറഞ്ഞു, 3 കാൻഡിഡേറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, മൈ ടൈം ഈസ് ഓവർ, നൗ ഗോ ടു എ പോളിംഗ് ബൂത്ത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കോൺഷ്യസ് ഉപയോഗിച്ച് വോട്ട് ചെയ്യുക. ദാറ്റ്സ് എ വേർഡ് ഹി സെഡ്. ഐ അക്നോളജ് ദാറ്റ്, ഐ റെക്കഗ്നൈസ് ദാറ്റ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. സിമിലർ വേ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം കോൺഷ്യസിൽ വെളിയിൽ പോയി ആരും എരിവെച്ച് കൊടുക്കാതെ, ആരെങ്കിലും ഇച്ചിരി റിസൻ്റായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അവരോട് പറ, മക്കളെ വരൂ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സമയമായി ഇത്. വിത്ത് ദാറ്റ് നോട്ട്, ഓണം, വിഷ് എ വെരി ഹാപ്പി പ്രോസ്പെറസ് ഓണം. അതോടൊപ്പം ഐ റിയലി വാണ്ട് 30 seconds silence now. Absolutely. Excuse me. The back to front. I need 30 seconds silence to you. This is a moment we have to recognize. നമ്മളോടൊപ്പം വിട്ടുപോയ TS ചാക്കോ, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ആദ്യമായിട്ട് എൻഡോഴ്സ് ചെയ്തത് മാത്രമല്ല, ഫൊക്കാനയുടെ ഒരു ആരാധനാ നേതാവായിരുന്നു. ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും മുന്നിൽ നിന്ന് ഭാരത് മാതാ കി ജയ് ഒക്കെ വിളിച്ച് അടിച്ചു പൊളിച്ചതിന് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടിയുണ്ട്. TS ചാക്കോ. അതോടൊപ്പം ഡോക്ടർ ബാബു സ്റ്റീഫൻ നമ്മൾ നമിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അനിയത്തി മരിച്ച് അടക്ക് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നേരെ ഇങ്ങനെ വന്നത്. അതൊക്കെ എന്തെങ്കിലും റീസൺ നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അവോയ്ഡ് ചെയ്യാവുന്ന റീസൺ ആയിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം വന്നു, അത് നമ്മൾ ഓർക്കണം. ആ ഒരു മരിച്ചുപോയ മനസ്സിൽ നമ്മൾ ഓർക്കണം. അതോടൊപ്പം നമ്മോടൊപ്പം ജോർജ് പണിക്കരുടെ ചേട്ടൻ തോമസ് പണിക്കർ മരിച്ചുപോയി. ശ്രീകുമാറിനെതിരെ മത്സരിച്ച ആളാണ് ജോർജ് പണിക്കർ. ഈ 3 വ്യക്തികളെ ഓർത്ത് 30 seconds ഐ റിയലി റിക്വസ്റ്റ് ഹംപ്ലി യുവർ സൈലൻസ്. താങ്ക് യു.